നമ്മുടെ ജീവിതത്തിന്റെ കഷ്ടപ്പാടുകൾക്കിടയിൽ തന്റെ അമ്മ തന്ന താൻ പഠിച്ച സംഗീതത്തിന്റെ മൂർച്ച നഷ്ടപ്പെടാൻ പാടില്ല. അതിന് പ്രാക്ടീസ് വേണം. കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ആ സംഗീതം തന്നോട് ഒട്ടിക്കിടക്കണം. അതിന് തിളക്കം കൂടും. ഇപ്പൊ ഞങ്ങൾക്കൊരു താങ്ങായിട്ടുള്ളത് നീ മാത്രമാ. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ബഹളം വെച്ചാ നിന്നെ അവരിവിടുന്ന് അടിച്ച് പുറത്താക്കും. മോനെ, നീ കൂടെ ഞങ്ങളെ വിട്ടു പോകലേടാ. ഞാനൊന്നും സംസാരിക്കുന്നില്ലമ്മേ. എല്ലാം കൂടി കാണുമ്പോ തലയ്ക്ക് ഭ്രാന്തെടുത്തിട്ടാ. ഇതുവരെ നേരെ നിന്ന് സംസാരിക്കാത്തവര് രാജാക്കന്മാരെ പോലെയാണല്ലോ ഇപ്പോ. അതെ, അവര് രാജാക്കന്മാരാ. അങ്ങനെ ആയിക്കോട്ടെ. എല്ലാം അനുസരിക്കുന്നവരായിട്ട് നമുക്ക് കഴിയാം. എന്റെ മക്കൾ ഒരു നിലയിൽ എത്തുന്നത് വരെ അതുവരെ ക്ഷമിക്കണം കേട്ടോ. എല്ലാവരോടായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. വേറൊന്നുമില്ല, തൽക്കാലത്തേക്ക് ഇങ്ങനെ വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാ. എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഏർപ്പെട്ടാല് എല്ലാം പെട്ടെന്ന് മറക്കാൻ പറ്റുമല്ലോ എന്ന് കരുതിയിട്ടാ. കാര്യം പറ. പറയാം. അച്ഛനമ്മയ്ക്കും വരുന്ന സമ്മതമാണെങ്കിൽ അതെനിക്ക് നടപ്പാക്കാനും പറ്റും. നീ പറഞ്ഞു മോളെ. നമുക്കിടയിൽ ഒരു കാര്യം പറയാൻ എന്തിനാ മുഖവര? ഇന്നലെ പുറത്തു പോയപ്പോഴേ നമ്മുടെ വാഴപ്പള്ളിയിലെ ജാനുവടുത്ത് എന്നോടൊരു കാര്യം ചോദിച്ചു. ജാനുവടുത്തിയുടെ 2 പേരക്കുട്ടികളുണ്ട്. അവരെ സംഗീതം പഠിപ്പിക്കാമോ എന്ന്. സത്യം പറഞ്ഞാ അതുവരെ ഞാനിങ്ങനെ ആലോചിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ഇവിടെ വീട്ടിൽ അങ്ങനെ ഒരു ക്ലാസ് തുടങ്ങുകയാണെങ്കിൽ കുറച്ചുകൂടി കുട്ടികളൊക്കെ കിട്ടില്ലേ അച്ഛാ? അതിനിപ്പോ എന്താ സംശയം? മക്കളെ സംഗീതത്തിനും നൃത്തത്തിനും ചേർക്കുന്നത് ഇപ്പൊ ഫാഷൻ ആക്കിയിരിക്കുന്ന കാലമല്ലേ. ആ, പിന്നെ ആത്മാർത്ഥമായിട്ട് വരുന്നവർ ഇഷ്ടം പോലെ ഉണ്ട്. എന്നാ നമുക്ക് തുടങ്ങിയാലോ? അല്ല, അതാവുമ്പോ ഇവിടെ തന്നെ ഇരുന്ന് ചെയ്യാലോ. എനിക്ക് പരിപൂർണ സമ്മത. അറിയാവുന്ന ഒരു കാര്യം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ചെറിയ കാര്യമൊന്നുമില്ല. പിന്നെ മോള് പറഞ്ഞില്ലേ എല്ലാം മറക്കാൻ ഇതൊരു നല്ല കാര്യമായിരിക്കും. അമ്മയ്ക്ക് അതുകൊണ്ടാ താല്പര്യം തോന്നിയത്. വരണെന്താന്നും പറയാത്തെ? വരുണിന്റെ അനുമതി ഇല്ലാതെ ഞാനൊന്നും തീരുമാനിക്കില്ല. എനിക്ക് സമ്മതം. ഞാനിപ്പോ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം എന്താണെന്ന് എനിക്കറിയാം. താൽക്കാലിക ആവശ്യങ്ങളൊക്കെ നടന്നു പോകാൻ നമുക്ക് പണം വേണം. അതിന് വേറെ മാർഗങ്ങളില്ല. അതുകൊണ്ടല്ലേ. അങ്ങനെ ഉണ്ടെന്ന് കൂട്ടിക്കോളൂ. വരണൊരു കാര്യത്തിന് മുന്നിട്ടിറങ്ങുമ്പോ എന്നെക്കൊണ്ട് പറ്റുന്ന സഹായം എനിക്ക് ചെയ്യാലോ. എങ്കില് അത് പ്രതീക്ഷിച്ചല്ല ഞാൻ സംഭവിച്ചത്. എടോ, സംഗീതം തനിക്ക് വരദാനമായിട്ട് കിട്ടിയ ഒന്നാ. തന്നെ ഒരു മികച്ച പാട്ടുകാരിയാക്കണം എന്നുള്ളത് തന്റെ അമ്മയുടെ ആഗ്രഹമായിരുന്നു. നമ്മുടെ ജീവിതത്തിന്റെ കഷ്ടപ്പാടുകൾക്കിടയിൽ തന്റെ അമ്മ തന്ന താൻ പഠിച്ച സംഗീതത്തിന്റെ മൂർച്ച നഷ്ടപ്പെടാൻ പാടില്ല. അതിന് പ്രാക്ടീസ് വേണം. കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ആ സംഗീതം തന്നോട് ഒട്ടിക്കിടക്കണം. അതിന് തിളക്കം കൂടും. എന്നിട്ട് എപ്പോഴെങ്കിലും ഒരിക്കൽ തൻ്റെ അമ്മ പറഞ്ഞ സ്ഥാനത്ത് ഈ ലോകം ആദരിക്കുന്ന മഹാഗായികയായിട്ട് തന്നെ
തന്നെ കൊണ്ടുപോയി നിർത്താൻ എനിക്ക് പറ്റണം. മോളെ, ഇതാ നിന്റെ ഭാഗ്യം. ഇതാണ് നീ ചെയ്ത പുണ്യം. ഇങ്ങനെ ചിന്തിക്കുന്ന ഒരാളെ പങ്കാളിയായി കിട്ടണമെങ്കിൽ അതിനൊരുപാട് ഭാഗ്യം വേണം. എങ്കിൽ പിന്നെ എല്ലാം കൊണ്ടും നല്ലത് തന്നെയല്ലേ സംഭവിക്കുന്നത്. മോൾ അതിന്റെ കാര്യങ്ങൾ എന്താന്ന് വെച്ചാ നോക്ക്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ചുറ്റുപാടൊക്കെ ഇറങ്ങിയിട്ട് എല്ലാരോടൊന്ന് പറയാം. പിന്നെ പതുക്കെ പതുക്കെ കേട്ടറിഞ്ഞ ആളുകൾക്ക് വന്നോളൂ. അപ്പോ നമ്മൾ വീണ്ടും മ്യൂസിക് ക്ലാസ് തുടങ്ങുന്നു. കേട്ടാച്ചാ? സന്തോഷം. നഷ്ടപ്പെട്ടു പോയതൊക്കെ തിരിച്ചു വരട്ടെ മോളെ. അച്ഛൻ അതേ പറയാനുള്ളൂ. കഴിക്കെല്ലാവരും. മാഡം, നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളർ മാനേജർ വന്നിട്ടുണ്ട്. അവരുടെ അടുത്ത് എന്താ സംസാരിക്കണ്ടേ? കാര്യങ്ങളൊക്കെ അവര് സംസാരിക്കും. സുകുമാരി മാഡം ഒന്ന് അംഗീകരിച്ചു കൊടുത്താൽ മതി. ആ, വിളിക്ക്. അതെ മുത്തശ്ശി, ചിലപ്പോ അവര് പറയുന്ന ചില കാര്യങ്ങളൊന്നും മുത്തശ്ശിക്ക് മനസ്സിലാവില്ല. ഗൗരവത്തിലങ്ങ് ഇരുന്നാ മതി. മനസ്സിലാവുന്ന കാര്യങ്ങൾക്ക് യെസ് എന്ന് പറഞ്ഞാ മതി. മനസ്സിലാവാത്തതിന് നോ എന്ന് പറയാ. അത്രേ ഉള്ളൂ. ഓ, അപ്പൊ അത്രയ്ക്കേ ഉള്ളൂ സിനിമ. ഞാൻ നോക്കിക്കോളാം. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് മാഡം. ആ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇരിക്കി ഇരിക്കി. അല്ല, എന്താ നിങ്ങളുടെ പേര്? ഞാൻ രാജേന്ദ്രൻ കഞ്ഞിക്കുഴി. ഞാൻ ശിവപ്രസാദ് കഞ്ഞിക്കുഴി. ഓ, രണ്ടും കുഴിയാണല്ലോ. ദേ, നമ്മളെ തട്ടി കുഴിയിലിടുവോ? അയ്യോ മാഡം, ഇവര് സൂപ്പർ സ്റ്റാർ അല്ലേ? സൂപ്പർ സ്റ്റാർസോ? അല്ല, ഇവരുടെ മേഖലയില് എല്ലാ ഹിറ്റ് സിനിമയുടെ പുറകിൽ ഇവർ രണ്ടുപേരും അല്ലേ? നിങ്ങൾ മാഡത്തിനോട് കാര്യം പറ. കാര്യമൊക്കെ ശരി. ഒരുപാട് കാത്തിരിക്കാനൊന്നും പറ്റില്ല. സിനിമയുടെ ഷൂട്ടിംഗ് പെട്ടെന്ന് തുടങ്ങണം. അതൊക്കെ ദാന്ന് പറഞ്ഞ് നമുക്ക് ചെയ്യാം മാഡം. ആദ്യം നമുക്കൊരു അപ്രോക്സിമേറ്റ് ബഡ്ജറ്റ് എടുക്കണം. യെസ്. പിന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റും ഡിവൈഡ് ചെയ്ത് മറ്റൊരു ലിസ്റ്റ് തയ്യാറാക്കണം. യെസ്. ടെക്നീഷ്യനും ആർട്ടിസ്റ്റിനും അവരുടേതായ സംഘടന ഉണ്ടല്ലോ. നോ നോ,